ഇത് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ. എനിക്കൊരു ചെറിയൊരു ഓർമ്മ പുതുക്കൽ പോലെ വന്നതാട്ടോ. അതായത് എനിക്ക് നയൻത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും എടുക്കുമ്പോൾ പണ്ടത്തെ ലെസൺ പ്ലാൻസ് ആട്ടോ ഓർമ്മ വരുന്നത്. കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഴുതിയ ലെസൺ പ്ലാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതായത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യാവോ അത്രത്തോളം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കുട്ടികൾ സ്ട്രഗിൾ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന കുറച്ച് ലെസൺ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് യൂണിറ്റിൻ്റെ ലെസൺ പ്ലാൻസ് ഒക്കെ എഴുതി കംപ്ലീറ്റ് ആക്കി അങ്ങനെ ചെയ്യണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അത് പോയപ്പോൾ പിന്നെ എന്തോ തെറ്റ് വന്നപ്പോൾ പിന്നെ എന്തോ ഇൻസ്ട്രക്ഷൻ മാറി വന്നിട്ട് പിന്നെ ഞങ്ങളോട് വേറെ ലെസൺ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വേറെ ഏകദേശം ഒരു മുപ്പതോളം തന്നെ എത്തിക്കാനായിട്ട് നോക്കാനായിരുന്നു ഞങ്ങൾക്ക് ആ ടൈമിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇതിൽ ഞാൻ ഒബ്സർവേഷൻസ് ക്ലാസ്സസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോയട്രി ഉണ്ടായിരുന്നു, നത്തിങ് ട്വൈസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ക്രിറ്റിസിസംസേ വരത്തുള്ളൂ. അതായത് ആരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊന്നും നമ്മളെ വരില്ല, മനസ്സിലായി? ക്രിറ്റിസിസംസേ വരുള്ളൂ, എങ്ങനെയും സപ്പോർട്ട് ചെയ്യാൻ വരില്ല. പിന്നെ BEd ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, നല്ലപോലെ കോമ്പറ്റീറ്റീവ് മൈൻഡിൽ പോയിട്ടിരുന്ന് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ടീച്ചേഴ്സിന് നല്ലപോലെ ഒന്ന് റെസ്പെക്റ്റും ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ഓരോ ലെസൺസ് എടുക്കുമ്പോൾ എനിക്ക് ഓരോരോ ഓർമ്മകളാട്ടോ വരുന്നത്. അന്നിത് എൻ്റെ സീനിയർ ടീച്ചർ യൂണിറ്റ് 2 ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 9th സ്റ്റാൻഡേർഡിലെ ബുക്കായിരുന്നു. ഇത് തന്നു വിട്ടിട്ട് 8th സ്റ്റാൻഡേർഡിൽ കൊണ്ടാണ് എന്നെ ഇരുത്തിയത്. അതായത് 8ാം ക്ലാസ്സിലെ പിള്ളേർ എന്തായാലും 9th പോകുമല്ലോ. പിന്നീടാണ് മനസ്സിലായത് ടെക്സ്റ്റിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പിന്നീട് ചേഞ്ച് ആവുന്നു. അപ്പം അതുകൊണ്ട് 9th മലയാളം മീഡിയത്തിൽ പോയിട്ട് 9th തന്നെ പോയിട്ട് ഇത് കൊടുക്കുക. പക്ഷെ നമ്മളിത് ടീച്ചേഴ്സ് പോകുന്നൊരു സ്ട്രഗിൾ അറിയാലോ. ത്രോട്ട് നല്ലപോലെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് നിലവിളിച്ച് ഒതുക്കിയാലും കുട്ടികൾ ഇരിക്കില്ല. കാരണം അത് അത്രയും ടഫാണ്. നമ്മൾ ഇൻറ്റേൺസ് ആണ്, അതായത് പോകുന്ന സ്റ്റുഡൻറ് ടീച്ചേഴ്സാണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളിതൊന്നും സ്കൂളൊന്നും മുൻകൂട്ടി എക്സ്പീരിയൻസ് ചെയ്യാത്ത കുട്ടികളാണ്. അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് എങ്ങനെയും ആഗ്രഹിക്കും. എനിക്ക് അവിടെ സപ്പോർട്ട് എന്ന് പറയാൻ സീരിയസ്ലി അവിടെ ഉണ്ടായിരുന്ന HMഉം പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ ടീച്ചർ സപ്പോർട്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാം, അവിടെ ഉണ്ടായിരുന്ന സീനിയർ ടീച്ചർ നല്ലൊരു ടീച്ചറായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അത്രയും സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. പിന്നെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ല, നോംസ് ഉണ്ട്. അതനുസരിച്ച് നമ്മളവിടെ നിന്നില്ലെങ്കിൽ അതും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡ്രീംസ് റിയലൈസ്ഡിൽ ഗാന്ധിജിയുടെ ഒരു ലെസൺ മാക്സിമം ഞാൻ അവിടെ ഉറക്കം നിലവിളിച്ചിട്ട് ഒരു സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് വായിച്ച് കുട്ടികൾക്ക് കൊടുത്തതാണ്. കാരണം കുട്ടികൾ സൈലൻ്റ് ആയിരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ആ ടൈമിൽ വരുന്ന ടീച്ചേഴ്സിനൊന്നും മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഒരു ടീച്ചർക്കോ 2 ടീച്ചർക്കോ മാത്രം സ്വന്തമായിട്ട് ക്യാഷ് എടുത്ത് മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എല്ലാവർക്കും ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അത് തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഡ്രീംസ് റിയലൈസ്ഡ് പറഞ്ഞിട്ടൊരു പഴയ സിലബസിൻ്റെ എടുത്ത് നോക്കുമ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് മലോപ്പിൻ്റെ ഒരു വർക്കാണ്. ഒരു ലേഡി റൈറ്ററാണ് കേട്ടോ. അതായത് ഇതൊരു സൗത്ത് ആഫ്രിക്കൻ റൈറ്ററാണ്. അപ്പോൾ ഈ റൈറ്ററിൻ്റെ ഒരു വർക്കുണ്ട്. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് പുച്ഛമാണ്. ആക്ച്വലി എന്തിനിത്ര പുച്ഛം തോന്നേണ്ട ആവശ്യം എന്നറിയില്ല. ടീച്ചേഴ്സ് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് എത്രയാന്ന് പറയാം, അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ ഫോട്ടോ പ്രിന്റാ. പിന്നെ അവരുടെ ബുക്കും മേടിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഉണ്ടായിരുന്നു. ഒരു 2 പാരഗ്രാഫ് പോലും എടുക്കാൻ സമ്മതിക്കില്ല. ഇനി ഇതിൽ എത്ര പേജസ് ആണെന്നറിയോ? 1 2 3 4 5 6 പേജസ് ഉണ്ടായിരുന്നു. ഈ 6 പേജസ് എടുത്തു കൊടുക്കാൻ പെടുന്ന പാട് നമുക്കേ അറിയുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഇതും കുട്ടികൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോട്ട്സ് ഒക്കെ കൊടുത്ത് പോവുക. അതായത് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് എന്തായാലും അവരുടെ പാരൻസ് ഉണ്ട്, അവർക്ക് പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ. പിന്നെ അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സും കൊടുക്കുക കേട്ടോ. അതായത് നോട്ട്സ് കൊടുക്കാനായിട്ട് നോക്കുക, അതന്നെ മാക്സിമം നടക്കുള്ളൂ. പിന്നെ ഒരു പോയട്രി ഉണ്ട്, സക്സസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇതിന് ഒരു സ്റ്റിൽ മോഡൽ പറഞ്ഞൊരു സംഭവം. സ്റ്റിൽ മോഡലല്ല, ഇതിൻ്റെ വർക്കിംഗ് മോഡലാണ്. ആദ്യം സ്റ്റിൽ മോഡൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വർക്കിംഗ് മോഡലായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ എൻ്റെ വീട്ടിൽ ഫുൾ പണി നടക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ കാർഡ്ബോർഡൊക്കെ ഒപ്പിച്ച് ഓടിക്കതച്ച് ഉണ്ടാക്കിയ കുറച്ച് വർക്കിംഗ് മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോഴും അവിടെ തന്നെ അലമാറയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത് എൻ്റെ അധ്വാനം ആയതുകൊണ്ട് ഞാൻ ആ റെക്കോർഡുകളൊന്നും എവിടെയെങ്കിലും കൊണ്ട് വിൽക്കുകയോ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്
ഞാൻ അമ്മയോട് ഓൾറെഡി പറഞ്ഞു, അതായത് അത് എവിടെയും കൊടുക്കണ്ട, ഇത് ഇവിടെ തന്നെ എടുത്തു വെച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് കത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആണിയിലിട്ട് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ കൊണ്ട് വിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. എത്ര നാള് നമ്മളത് കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കാൻ പറ്റ പാട് നമുക്കേ അറിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് ഒരു ആസ്പയർ ആൻഡ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. അതിൽ ഒരു കപ്പലിൻ്റെ തീമാണ് വരുന്നത്. അപ്പോൾ സീ ഫീവർ കാണിക്കണമല്ലോ. ഒന്നില്ലെങ്കിൽ ഷിപ്രക്കഡ് സെയിലർ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ സീ ഫീവർ 9th സ്റ്റാൻഡേർഡിൽ കൊടുക്കും. അപ്പം രണ്ടെണ്ണമായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതിലൊരു ഷിപ്പിൻ്റെ ഒരു സ്റ്റിൽ മോഡല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുത്തിയിരുന്ന് രാത്രി 12 മണി വരെ കാർഡ്ബോർഡ് കീറി ഓരോ സെറ്റാക്കി യൂട്യൂബ് നോക്കി ഓരോന്ന് നോക്കി 1 മണി 2 മണി വരെ ഇരുന്ന് പട്ടിപ്പണി ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ സ്റ്റിൽ മോഡൽസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല സീരിയസ്ലി. ഇതൊക്കെ ഞാൻ പഠിക്കുന്നതേ BEdന് വന്നിട്ടാണ്. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും BEdന് വന്നു കഴിഞ്ഞാൽ പഠിക്കും. അപ്പോൾ ഇതെല്ലാ സ്റ്റിൽ മോഡൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു കപ്പലിന്റെ രൂപമാണ്. അതായത് ഇതുപോലെ ഒരു പായ്ക്കപ്പലുണ്ടോ ഈ ചിത്രത്തിൽ, ഇതുപോലെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കി. എന്നിട്ട് ഈ സ്റ്റിൽ മോഡൽ വെച്ച് കുട്ടികളുടെ മുമ്പിൽ അങ്ങ് പ്രസന്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ലെസൺ പ്ലാൻ മോഡിൽ അങ്ങോട്ട് മാക്രോ ടീച്ചിങ് മോഡല്ല, മൈക്രോ ടീച്ചിങ് മോഡല്ല, മാക്രോ ടീച്ചിങ് മോഡിൽ അങ്ങോട്ട് പ്രസന്റ് ചെയ്യണം. അതായിരുന്നു ഇതിന്റെ രീതി. അത് 9th ചെയ്തു, പിന്നെ അതുപോലെ തന്നെ 8th ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ കുട്ടികൾ, അത് കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അങ്ങനെ ഒരു റെസ്പോൺസ് ആയതുകൊണ്ട് എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. കുഞ്ഞു പിള്ളേരല്ലേ, നമുക്കത് ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മളത് ക്ഷമിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് സാഗ ഓഫ് ദി ടിഫൻ കാരിയേഴ്സ് പറഞ്ഞിട്ടൊരു ചാപ്റ്ററും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതും നല്ലപോലെ വായിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെയൊക്കെ കഥകളൊക്കെ വേണമെങ്കിൽ നിങ്ങളില്ലടാ ബുക്കുകൾ ഇഷ്ടംപോലെ, സ്റ്റോറി ബുക്സ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. അതായത് നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജിൽ വേണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേണോ, അതോ ഹിന്ദിയിൽ വേണോ, തമിഴിൽ വേണോ, ഇഷ്ടം ഈ ബുക്ക് സ്റ്റാളുകളൊക്കെ ഇല്ലടാ. അത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി പറയാം കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് അത് എടുക്കാനായിട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാം കിട്ടും കേട്ടോ. അത് കറക്റ്റായിട്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്തോളൂ. റീഡിങ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ ബുക്ക് സ്റ്റാളിൽ പോയി സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾക്ക് പ്രശ്നം വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പിന്നെ അനിത നായരുടെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അതും നല്ല രസമായിരുന്നു. അതും നല്ലപോലെ തൊണ്ട പൊട്ടിയിട്ടാണ് മാക്സിമം ഞാനും എൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്ത ടീച്ചറും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ഈ പുസ്തകം ഞാൻ ഇന്നും ഇതിന്റെ ഫോട്ടോ കോപ്പി എനിക്ക് അറിയുന്ന ഒരു ചേട്ടൻ്റെ അവിടെ കഫേന്ന് നിന്ന് എടുത്തതാണ്. ഞാൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. എനിക്ക് ഇന്നും ഒരു നല്ല മെമ്മറി ആയിട്ട് ഞാൻ വെക്കുന്നതാട്ടോ. സോ കേരള റീഡർ ഇംഗ്ലീഷ് പാർട്ട് 1 ആണ്. പക്ഷെ ഇതാരും എടുത്ത് പഠിക്കാൻ നിൽക്കരുത് മക്കളെ. കാരണം സിലബസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ കേട്ടോ. പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് തന്നെ ചോദിച്ചോളൂ കേട്ടോ. ഇനി ഞാൻ UGC നെറ്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും വിഷുവിൻ്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ നാളെ. അപ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആഫ്റ്റർനൂൺ വ്ളോഗിന്റെ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.